അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 67 വാക്യം നമുക്ക് വായിക്കാം. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുകയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ ജെറുസലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. പീലാത്തോസിനാൽ കൊല്ലപ്പെട്ടവർക്കും ഗോപുരം വീണ് മരിച്ചു പോയവർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. ആ മരിച്ചവർ എല്ലാവരും ഇസ്രായേൽ ഗോത്രങ്ങളിലുള്ളവർ ആയിരുന്നു. അവരെല്ലാവരും അവരുടെ 12ാമത്തെ വയസ്സിലെത്തുമ്പോഴേക്കും ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല അറിവ് സമ്പാദിച്ചവരായിരുന്നു. എങ്കിലും അവർ ആരും ന്യായപ്രമാണം അനുസരിച്ചില്ല എന്ന് യേശു സൂചിപ്പിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അവരെ പോലെ നശിച്ചു പോകും എന്ന പ്രസ്താവനയിൽ അവർ നശിച്ചു പോയി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർ നശിച്ചു പോയി എന്നാൽ മരിച്ചുപോയി എന്നല്ല അർത്ഥം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിച്ചല്ലോ, എന്നാൽ അവൻ പോയത് യേശുവിൻ്റെ അടുക്കിലേക്കായിരുന്നു. നശിച്ചുപോയി എന്ന് യേശു സൂചിപ്പിച്ച ഗലീലക്കാരും യെരുശലേം നിവാസികളും മരിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ ചെന്നത് യാതനാ സ്ഥലത്തേക്കായിരുന്നു എന്ന് സാരം. മരിച്ചതിന് ശേഷം മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്തുമെന്നും ആ ആത്മാക്കൾക്ക് വേണ്ടി ഭൂമിയിലുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നുള്ള പഠിപ്പിക്കലുകൾ ബൈബിളിലുള്ളതല്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം മനസ്സിരുത്തി മുൻവിധിയില്ലാതെ വായിച്ചാൽ മാത്രം മതിയാകും. നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ ബൈബിൾ വായിച്ച് യേശു അതിൽ എഴുതിപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം മാനസാന്തരപ്പെടാതെ മരിച്ചാൽ നമ്മിലുള്ള പാപനിമിത്തം മരണം നമ്മെ പിടിച്ചു വയ്ക്കും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 24 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൽ പാപമില്ലാത്തതാണ് അതിന് കാരണം. നമ്മിൽ പാപമുണ്ടെങ്കിൽ മരണം നമ്മെ പിടിച്ചു വയ്ക്കും, തീർച്ച. ബൈബിൾ എഴുതിയത് മനുഷ്യരാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും മനുഷ്യരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ആ യാഥാർത്ഥ്യം ബൈബിൾ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ തുടർച്ചയായി ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും ബൈബിൾ ദൈവാത്മാവിനാൽ എഴുതിയതാണെന്ന് മനസ്സിലാകും. സഭയുടെ നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ സഭയുടെ ആത്മീക വർധനയ്ക്കാണ് ബൈബിൾ തന്നത്. ബൈബിൾ സഭയല്ല, സഭയുടെ നാഥനാണ് തന്നതെന്ന് ഞാൻ വീണ്ടും പ്രസ്താവിക്കുകയാണ്. ഓർക്കുക, നാം വഞ്ചിക്കപ്പെടരുത്. 40-ലധികം എഴുത്തുകാർ 1500 വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്ത 66 പുസ്തകങ്ങളുടെ സമാഹാരമായ ബൈബിൾ ഒരു എഴുത്തുകാരനാൽ എഴുതിയതുപോലെ ഇരിക്കുന്നതും എല്ലാ പുസ്തകങ്ങളും തമ്മിൽ അംഗീകരിക്കുന്നതും മനുഷ്യഹൃദയങ്ങളെ പാറ പോലെ കഠിനമായ ഹൃദയങ്ങളെ തന്നെ അലിയിപ്പിക്കുന്നതുമാണ്. മറ്റുള്ള ഏത് പുസ്തകം വായിച്ചാലും ആരും മാനസാന്തരപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പാപം കൂടുതൽ ചെയ്തിട്ടേ ഉള്ളൂ മറ്റുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ. ആയതിനാൽ നാം ബൈബിൾ വായിച്ച് അതിലെ കൽപ്പനകൾ അനുസരിച്ചില്ല എങ്കിൽ നിത്യനാശത്തിൽ എത്തിച്ചേരും എന്നാണ് വേദനയോടെ കർത്താവായ യേശു ക്രിസ്തു ജനത്തോട് പറഞ്ഞത്. അത് നമുക്കും കൂടി ഉള്ള സന്ദേശമാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാലനായിരുന്നു ദാവീദ്. അവസരം കിട്ടുമ്പോഴല്ല, എല്ലാ സമയത്തും അവസരമുണ്ടാക്കി ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായിരുന്നു ദാവീദ്. ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. കരടിയിൽ നിന്നും, സിംഹത്തിൽ നിന്നും, ഗോലിയാത്തിൽ നിന്നും, ശൗലിൽ നിന്നും ദൈവം ദാവീദിനെ രക്ഷിച്ചു. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഉന്നത പദവിയിൽ ദൈവം ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തേക്ക് തന്നെ ഉയർത്തി. ജ്ഞാനത്തോടെ അവൻ ഇസ്രയേലിനെ മേയിച്ചു. ദൈവം തന്നെ ഇസ്രയേലിൻ്റെ രാജാവായി സ്ഥിരപ്പെടുത്തിയെന്ന് ദാവീദ് അറിഞ്ഞു. സകല ശത്രുക്കളെയും യഹോവ ദാവീദിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. സമാധാനത്തോടും സന്തോഷത്തോടും രാജാവായി രാജ്യം ഭരിക്കുമ്പോഴാണ് ദാവീദിൻ്റെ കണ്ണുകളെ തൻ്റെ ഹൃദയം പിന്തുടർന്നത്. ബത്ശേബയെ ഭാര്യയായി എടുക്കുന്നതിലും അവളുടെ ഭർത്താവിനെ കൊല ചെയ്യുന്നതിലും വരെ കാര്യങ്ങൾ ചെന്നെത്തി. ദൈവം നീതിമാനാകിയാൽ ദാവീദിനെ അവൻ്റെ ദേഹിയാത്മാവിൽ കഠിനമായി ശിക്ഷ കൊടുത്തു. ദാവീദ് അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തവനാണ്. ആര് തെറ്റ് ചെയ്താലും ദൈവം ശിക്ഷിക്കും. കാരണം നാം നശിച്ചു പോകുന്നത് ദൈവത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല. അത്ര ഭയാനകമാണ് നരകത്തിലെ ജീവിതം. അതിന് മുന്നോടിയായി മരിക്കുമ്പോൾ തന്നെ യാതനാസ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. ഇസ്രയേലിൽ യാഗമില്ലാത്ത 2 പാപമാണ് വ്യഭിചാരവും കൊലപാതകവും. ഈ 2 പാപവും ദാവീദ് ചെയ്തു. ദൈവം അവനോട് കരുണ കാണിച്ചില്ലെങ്കിൽ ദാവീദിൻ്റെ ജീവിതം പ്രതിസന്ധിയിലാകുമായിരുന്നു. എന്നാൽ ദൈവം അവനോട് കരുണ കാണിച്ചു. നല്ല കാലം അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തപ്പോൾ താൻ തന്നെ പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് പറഞ്ഞു എന്ന്. 30-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ വളരെ കഷ്ടത്തിലായി പോയെങ്കിലും അവൻ്റെ കഷ്ടതയിൽ അവൻ ചില കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത് ദാവീദ് പഠിച്ച സത്യം, പാപം ചെയ്താൽ ദൈവം ശിക്ഷ തരും എന്നതാണ്. നമ്മുടെ ഓരോ സ്റ്റെപ്പും ദൈവം എണ്ണുന്നുണ്ട്. നാം എവിടെയെല്ലാം കാലുകൾ വയ്ക്കുന്നുണ്ട് എന്ന് ദൈവം അറിയുന്നു. കഷ്ടത വരുന്നതിന് മുമ്പേ ദാവീദ് തെറ്റിപ്പോയി. കഷ്ടതയിൽ ദാവീദ് പല കാര്യങ്ങളും പഠിച്ചു. കഷ്ടത മാറിയപ്പോൾ അവൻ ജ്ഞാനിയായി തീർന്നു. അതെ, ചില പ്രതിസന്ധികൾ നമ്മെ തടഞ്ഞു വയ്ക്കുമെങ്കിലും ആ പ്രതിസന്ധി നമ്മെ നരകത്തിലേക്ക് വീഴാതിരിക്കുവാനാണ് തടഞ്ഞു വയ്ക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം നിരാശപ്പെടാതെ തിരുത്തലുകൾ നമ്മിൽ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്താൽ നമ്മുടെ കഷ്ടത മറക്കുമാറാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നതെന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവം നമ്മെ ശിക്ഷിച്ചാലും ആ ശിക്ഷ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നമുക്ക് മുഖാന്തരമാക്കി കർത്താവ് തീർക്കും. ദാവീദിൻ്റെ തെറ്റുകൾ മൂലം അവൻ കഷ്ടതയിലായി എന്ന് താൻ തന്നെ പറയുന്നുണ്ട്. നാം പാപം ചെയ്താൽ നാമും ശിക്ഷിക്കപ്പെടും എന്ന ഒരു മുന്നറിയിപ്പ് ഈ ഭാഗത്ത് കർത്താവ് നമുക്ക് തരുന്നുണ്ട്. കഷ്ടതയിലാകുന്നതിന് മുമ്പ് ദാവീദ് തെറ്റിപ്പോയി എന്ന് താൻ അംഗീകരിക്കുന്നു. നാമും നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കണമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നാമും തെറ്റിപ്പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണമെന്ന് ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവവചനം വായിക്കുമ്പോൾ മാത്രമാണ് നാം എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാകുന്നത്. നാം എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് തെറ്റുപറ്റാതെ ജീവിക്കുവാൻ സാധിക്കുന്നത്. നാം പ്രമാണം അനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപവും ശാപവും ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതും അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നതും. ആകയാൽ തെറ്റുപറ്റാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ ഉത്സാഹിക്കാം. അതിനായി നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ഭൂമിയിലെ സകല വഞ്ചനയിൽ നിന്നും, സാത്താൻ്റെ കെണിയിൽ നിന്നും, പാപത്തിൻ്റെ വലകളിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് പാപമോചനം കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.